ഗബ്രി സീക്രട്ട് റൂമിലാണ്. അവൻ തിരിച്ചു വരുവേ, അവൻ വന്ന് നിങ്ങളെയൊക്കെ തീർത്ത് കളയും, അവന്റെ വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, അവൻ വരുമെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാൻ, വേണമെങ്കിൽ അവൻ വന്ന് തന്നെയൊക്കെ തീർത്ത് കളയവിടോ. രാവിലെ തുടങ്ങി ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഇപ്പൊ പോലും സിജോയോടും സായോടും ജാസ്മിൻ ഇത് തന്നെയാണ് പറയുന്നത് അവർ നെക്സ്റ്റ് റൂമിൽ ഇരുന്നിട്ട്. പിന്നെ അൻസിബ ഔട്ട് ആവുമെന്ന് പ്രതീക്ഷിച്ചു, ഗബ്രി പോയപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഗബ്രി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഗബ്രി സീക്രട്ട് റൂമിലാണ്, ഇതൊക്കെ പറഞ്ഞ ഒരേ കരച്ചിലാണ് ജാസ്മിന്. ഗബ്രിയും പോയി ജിൻഡോ പിടിച്ച് തട്ടയിലും കയറ്റി ഗ്രില്ലും ചെയ്തു. ജാസ്മിൻ ആകെ കിളി പോയിരിക്കുകയാണ്. ആ പുള്ളി എയർപോർട്ടിൽ വന്നിട്ട് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ ദിവസം റണ്ണിങ് ആണ്. ഗബ്രി ഹാപ്പിയാണ്, പുള്ളിക്ക് വലിയ സീനൊന്നും ഇല്ല എന്നാണ് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഗബ്രി ഈസ് ഹാപ്പി. എന്നിട്ടാണ് ജാസ്മിൻ അവിടെ സീക്രട്ട് റൂം എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച മോളെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ഗബ്രി സീക്രട്ട് റൂമിലൊന്നും അല്ല, ഗബ്രി വീട്ടിൽ പോയി എന്നൊന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നമുക്കിത് എപ്പോഴും കേട്ടോണ്ടിരിക്കുമ്പോൾ അടിക്കുന്ന ഇറിറ്റേഷൻ ഉണ്ട്. മറ്റേ ഹിസ് ഹൈനസ് അബ്ദുള്ള സിനിമയ്ക്കകത്ത് ഉണ്ണി എന്റെ ഉണ്ണിയെ കണ്ടോടാ, എന്റെ ഉണ്ണി എവിടെ എന്ന് പറയുന്നത് പോലെ ഉണ്ട് ഇത്.